പ്രായമായവർക്കൊരു ചിന്തയുണ്ട്. ജിമ്മിലൊക്കെ പോയി വെറുതെ പൈസ കളയണോ? വീട്ടിൽ നിന്ന് യോഗ വല്ലതും ചെയ്താൽ പോരെ? ഈ കൺഫ്യൂഷൻ ശരിക്കും ഉണ്ടാവുന്നത് യോഗ ഈസ് ഇൻ ബെറ്റർ ഓർ വേഴ്സ് ദാൻ വെയിറ്റ് ലിഫ്റ്റ്. രണ്ടും രണ്ടാണ്. ദേ ബോത്ത് ഹാവ് ഡിഫറെന്റ് പർപ്പസ്. ഒരു യോഗ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അറിയാം എന്താണ് യോഗയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ. അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഉണ്ടാവും. ഒരു ബോഡി മാത്രം ഉണ്ടാക്കുക എന്ന പർപ്പസിൽ നടക്കുന്നവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യോഗ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ കോർ സ്ട്രെങ്തും ബാലൻസും ഉണ്ടാവും. യോഗ ചെയ്യുന്നവർക്ക് ഒരു സ്ട്രെസ് റിലീഫും റിലാക്സേഷനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കൊരു മൈൻഡ് മസിൽ കണക്ഷൻ ഒരു സ്ട്രോങ് ടിപ്പായിരിക്കും. പക്ഷെ ഇത് മാത്രം ചെയ്യുന്നത് കൊണ്ട് സെറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ നോട്ട് റിയലി. കുഞ്ഞുനാളിലെ തൊട്ടേ യോഗ ചെയ്യുന്നവർക്ക് അത് മതിയായിരിക്കാം. പക്ഷെ ജിമ്മിന് പകരം യോഗ ഐ ഡോണ്ട് തിങ്ക് സോ. The thing is, we lose a large amount of muscle mass and bone density after the age of 40 and 50. 40കളിലും 50കളിലും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസിൽ ഡെൻസിറ്റിയും ബോൺ ഡെൻസിറ്റിയും കുറഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം യോഗ മാത്രം ചെയ്തത് കൊണ്ട് സെറ്റ് ആവില്ല. ബിക്കോസ് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് മസിലിന്റെ ഫംഗ്ഷൻ എന്നും എന്താണ് ബോണിന്റെ ഫംഗ്ഷൻ എന്നും അവ തമ്മിൽ എങ്ങനെയാണ് നമ്മളെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെന്റിന് സഹായിക്കുന്നത്. ഇരുന്നിട്ട് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, നടക്കാനുള്ള ബുദ്ധിമുട്ട്, പടി കയറാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ ലൂസിങ് മസിൽ, യു ആർ ലോസിങ് ബോൺ ഡെൻസിറ്റി. ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള വഴി വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. യോഗ മാത്രം പോരാ. യോഗ ഈസ് ബെനിഫിഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ നല്ല സാധനം തന്നെയാണ്. പക്ഷെ അത് മാത്രം പോരാ. അതിന് പകരം ഇത്, ഇതിന് പകരം അത് എന്ന് പറയാൻ പറ്റില്ല. കുറെ പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ജിമ്മിൽ പോകുന്നതിന് പകരം വീട്ടിൽ നിന്ന് യോഗ ചെയ്താൽ മതി. ഐ ഡോണ്ട് തിങ്ക് സോ. ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. നമ്മുടെ ബോഡിയിൽ ബോൺസ് മാത്രമല്ല, ബോൺസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മസിലും വേണം. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ എണീച്ച് നടക്കാൻ പറ്റുള്ളൂ. പഴയ ജനറേഷനെ പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾക്ക് ഒരു വെയിറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തില്ലെങ്കിൽ അത്രയും പ്രശ്നമാണ്. കാര്യം ഒരു ഓഫീസ് വർക്കാണ് കൂടുതൽ എല്ലാവരും ചെയ്യുന്നത്. അവരുടെ ശരീരം ഉപയോഗിച്ച് അവര് വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്താലേ വി വിൽ ഹാവ് എ ലോഞ്ചിവിറ്റി. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് യോഗ മാത്രം പോരാ, വെയിറ്റ് ട്രെയിനിങ് മാത്രം പോരാ, രണ്ടും വേണം. വി നീഡ് ടു ഹാവ് എ ബാലൻസ്. യോഗ ഈസ് ഫോർ ദിസ്. ഒരു നമ്മുടെ തലയ്ക്കകത്ത് ഒരുപാട് നോയ്സ് ഉണ്ടല്ലോ, അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് യോഗ നല്ലൊരു ഓപ്ഷനാണ്. സ്ട്രെസ് റിലീഫ് കൊണ്ടുവരാനായിട്ട്, നമ്മുടെ മൊബിലിറ്റി കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാനായിട്ടൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഒപ്പം വെയിറ്റ് ട്രെയിനിങ് കൂടെ കൊണ്ടുപോകണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ മസിലും പെരുക്കി ഒരു റോബോട്ടിനെ പോലെ നടക്കാനല്ലല്ലോ. രണ്ടും വേണം. വി ഷുഡ് ഹാവ് എ ബ്ലെൻഡ് ഓഫ് ബോത്ത്. വി വിൽ ബി സ്ട്രോങ്ങർ ഇൻ ഹിയർ ആൻഡ് ഇൻ ഹിയർ. അതാണ് നമ്മുടെ അജണ്ട. സ്റ്റേ സ്ട്രോങ്, ലിവ് സ്ട്രോങ്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.